ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ പറഞ്ഞ് ഞാൻ പോകുന്ന ദിവസം ഓൾമോസ്റ്റ് ആയി. ഞാൻ വെച്ചു, കഴുകി വെച്ചു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി എടുത്ത് ഞാൻ പറയാൻ പോകും. ഇത്ത പരിപാടി എഴുന്നേറ്റില്ലേ? ചക്കരമ്മച്ചിയല്ലേ? അതിനകത്തൊന്നുമില്ല, ഞാൻ അമ്മച്ചീനെ പിടിക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ പ്രേക്ഷകരോട്? ഹായ് ഗൈസ് എന്ന് പറയൂ അമ്മച്ചി. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹൗ ആർ യു? Oh, I am very fine. ഞാൻ പോട്ടെ അപ്പോൾ? ഞാൻ പോട്ടെ? ആ, പെട്ടെന്ന് വരാം. 2 ആഴ്ച. ഓക്കെ. നമുക്ക് 90 അടിക്കണ്ടേ? ആ, പിന്നല്ല. ചക്കരമ്മച്ചിയല്ലേ? പഞ്ചാരമ്മച്ചിയല്ലേ? പിന്നാരമ്മച്ചിയല്ലേ? എന്തൊരു ചിരിയോ, എന്തൊരു ചിരിയോ. 2 ആഴ്ച കഴിയുമ്പോ ഞാൻ വരാം. ശ്രീലക്ഷ്മി ഇപ്പൊ വരുമല്ലോ. ആറാവാൻ 5 മിനിറ്റ്. വീഡിയോ കോൾ വിളിക്കാം. ഓക്കെ ഓക്കെ. വേദനയുണ്ടോ? തിരുമ്പി തരണോ? ജോമേ അമ്മച്ചി.
ഞാൻ പോവാ കേട്ടോ. ആക്ച്വലി യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞാണ്. ഞാൻ വെറുതെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഒന്നുകൂടി യാത്ര പറയുന്നതേ. എന്തായിട്ടെങ്കിലും ഓക്കെ ബൈ. സോ ഗൈസ്, നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗേറ്റിൽ വന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സംഭവം നടന്നു. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇവിടെ വയ്ക്കാം. ഞാൻ എൻ്റെ അമ്മച്ചിയെ കാണാനും പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണവും കൂടി ഉള്ളതുകൊണ്ടാണല്ലോ വന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ ഇതാണ്. പക്ഷെ ഞാൻ എന്തായാലും വരുമായിരുന്നു അമ്മച്ചിയെ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഹീ ഈസ് ഓൾസോ ട്രാവലിംഗ്. ഹീസ് ഫ്രം യു കെയിലാണ് ഇപ്പം പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി ഈ ദിവസമാണ് ഫ്ലൈറ്റ് എന്ന് അറിയായിരുന്നു. ബട്ട് ഏത് സമയത്ത് അങ്ങനത്തെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് ഗേറ്റ് നോക്കി നടന്നു വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് നീ ജോൺസി അല്ലേ ഇത്? ദൈവമേ ഇതാരായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അവസാനം നോക്കിയപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ജിനോ. സോ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. 10:30 അല്ല 10:15 എൻ്റെ ഫ്ലൈറ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9:45 9:50 ആവുന്നു. എവറിത്തിങ് വാസ് സോ സ്മൂത്ത് ആൻഡ് ഗുഡ്. ഇപ്പോൾ ഒത്തിരി ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ദുബായ് ആൻഡ് അബുദാബി ഓർ മസ്കറ്റ് എന്നാൽ വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കുറേ ഫ്ലൈറ്റ്സ് ഡിലേ ആയിട്ടുണ്ട്. നമ്മൾ ഖത്തർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ എന്നാ എനിക്ക് അപ്പയുടെ മേലപ്പം പ്രോപ്പറായിട്ട് യാത്രയൊന്നും പറയാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ. അതാണ് കുറച്ചുകൂടെ നല്ലത്. വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നലെ നല്ല വിഷമമായിരുന്നു. ഇന്നത്തെ ദിവസം നല്ല വിഷമമായിരുന്നു. ഇന്ന് ഇപ്പോൾ എടിപടി എന്നായതുകൊണ്ട് ഏർലി മോർണിംഗ് ഫ്ലൈറ്റും ഏർലി മോർണിംഗ് ആൻഡ് 10 o'clock ആയി. ഇതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയ്ക്കൊരു എനിക്ക് വിഷമിക്കാനായിട്ടുള്ളൊരു എൻ്റെ ബുദ്ധി വർക്ക് ചെയ്തില്ല. വിഷമം വരാൻ മാത്രമുള്ളൊരു സന്ദർഭം എനിക്ക് വന്നു. അത് ഐ മിസ് ദം എ ലോട്ട്. അമ്മച്ചീനെ പ്രത്യേകിച്ച് ഞാൻ യാത്ര പറയുമ്പോഴത്തേക്കും ഷി വാസ് ലൈക്ക് ഇനി എന്നാ വരുന്ന അടുത്ത ആഴ്ച ഒന്ന് വരാൻ പറ്റും വെച്ചപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക്. പിന്നെ എന്നാ ഷീല സോ എക്സൈറ്റഡ്. അമ്മ പറയും ഇവിടെ തുള്ളിച്ചാടി നടക്കാമെന്നൊക്കെ പറയുന്നത്. 2 ആഴ്ചയല്ലേ ഉള്ളൂ. ബട്ട് കാരണം ഈ ഒരു 1 year ആയിട്ട് ഞങ്ങൾ അങ്ങനെ അധികം അങ്ങനെ ഇത് ഇരുന്നിട്ടില്ല. ഷെയ്ന സോ എക്സൈറ്റഡ്. എനിക്ക് ആ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര ഓ മൈ ഗോഡ് എനിക്ക് ഷെയ്നെ കാണാൻ തോന്നുന്നു. നമ്മൾ ഖത്തറെത്തി. ഖത്തറിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഐ വിൽ ബി ഡൂയിങ് അനദർ വീഡിയോ. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ക്വൈറ്റ് ഇൻഫർമേറ്റീവ്. എനിക്കറിയില്ല, മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ബട്ട് യാ എത്തിയിട്ടിപ്പോൾ 12. നമ്മൾ ഖത്തർ എയർപോർട്ടിൽ വരുമ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് ഈ ബാക്കിൽ കാണുന്ന ഒരു ഗാർഡൻ. ഇറ്റ്സ് ലൈക്ക് എയർപോർട്ടിനകത്തൊരു ഗാർഡൻ. സോ അമേസിങ്. യു സീ ദിസ്? ഇത് എയർപോർട്ടിനകമാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? എന്താണല്ലേ? ഓ മൈ ഗോഡ്. ഞാൻ ഇവിടെ നേരത്തെ വന്നതുകൊണ്ട് ഐ ക്യാൻ ജസ്റ്റ് എക്സ്പ്ലോർ ദി പ്ലേസസ്. എൻ്റെ കയ്യിൽ ഈ കുന്തമുള്ളതുകൊണ്ട് ഐ ക്യാൻ ഗോ ഓവർ. മുകളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ബട്ട് ഇത് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇപ്പോൾ നമ്മൾ ഖത്തറിൽ നിന്ന് ഫിലിക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അമേരിക്കൻ എയർലൈൻസ് ആണ്. ഇറ്റ്സ് ലൈക്ക് 7:30 ഇയേഴ്സ് 10-നാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. ഒരു 10 minutesനുള്ളിൽ ബോർഡിങ് തുടങ്ങും. വൺസ് ഐ ആം ദെയർ എനിക്ക് ഷെയ്നെ കാണാൻ ഒരു ഈഗർനെസ് ഉണ്ട്. ബട്ട് എനിക്കൊരു 10-13 മണിക്കൂർ എടുക്കുമ്പോൾ
അതറിയോ അത് അവിടെ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടാവുന്നു. ചെയിൻ പറക്കുവാണോ? ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട അതും കൊണ്ട് നടന്നേ. എനിക്ക് പിന്നെ ഇതും കൂടി ഉണ്ടായിരുന്നു. സോ ഗൈസ്, ഫൈനലി ദേ നമ്മള് ഫില്ലിയിൽ എത്തിയേക്കാണ്. ഞാൻ ഷെയ്മോനെ കണ്ട് അല്ലേ? ഷെയ്മോൻ കണ്ടു. ഷെയ്മോൻ എപ്പോ തൊട്ട് വെയിറ്റ് ചെയ്യാ? 2:45 ഫ്ലൈറ്റ് ലാൻഡിങ് ടൈം. സംഭവം ഞാൻ 2:15 എത്താനുള്ള കാരണം വെച്ചാലേ ഫ്ലൈറ്റ് അവെയർ നോക്കിയപ്പോ 2:29 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന മമ്മിയുടെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ പിന്നെ അത് മാറിയാ പിന്നെ ഇവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കിയേക്കാന്ന് ചോദിച്ചപ്പോ 2:59 3 മണിയായി ലാൻഡ് ചെയ്തത്. പക്ഷെ ലാൻഡിങ് സോ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരുന്നു. പക്ഷെ ഫ്ലൈറ്റില് ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. എങ്ങനെ ഇറങ്ങിപ്പോന്നെ അതൊക്കെ എനിക്കറിയാം. തന്നെയാ ചോദ്യോത്തരമൊക്കെ ചെയ്യാൻ പറയുന്നത്. ഫ്ലൈറ്റ് ഭയങ്കര ടർബുലൻസ്, മീൻസ് ബിറ്റ്വീൻ ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. ഒരു ലേഡി പൈലറ്റ് ആയിരുന്നു. പക്ഷെ ലാൻഡിങ് വളരെ സ്മൂത്ത് ആയിരുന്നു. അറിഞ്ഞേയില്ല. ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞോ എന്ത് സംഭവം നോക്കിയപ്പോഴത്തേക്ക് പേഴ്സൺസ് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത. ഓ എന്റെ പൊന്നി, അങ്ങനെ അവസാനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. എവിടെ? ഫിലഡൽഫിയയിൽ. ഒത്തിരി താടിയുണ്ടെന്ന് അപ്പൊ അത്രേ ഉള്ളൂ. ഷെയ്നൊപ്പം മൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് നാളായെന്ന് തോന്നുന്നു എന്നെയും ഷെയ്നെയും ഒരുമിച്ച് ഇനി വീഡിയോയിൽ കാണും. ഇനി അത് മാത്രം ഉണ്ടാവുള്ളൂ. നിങ്ങൾ സഹിച്ചോ അത്രയൊക്കെ വേണോ? ജെസ്സി ആന്റി പറഞ്ഞല്ലേ, നീ നിന്റെ ഗൈസിനോട് പറഞ്ഞോ പോകുന്ന കാര്യം? നീ നിന്റെ ഗൈസിനോട് പറഞ്ഞോ? അപ്പൊ അവര് ഡിസ്കഷൻ, ഈ ഗൈസ് എന്ന് വെച്ചാൽ എന്താണ് പ്രേക്ഷകരെ വിളിക്കുന്നതാണ് ഗൈസ് എന്ന്. ചിരി വന്നിട്ട് വരുന്നു അവരുടെ ഡിസ്കഷൻ കേട്ടിട്ട്. Okay guys, so this is George Stories signing off. Bye.